പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്തൃപാദപീഠത്തിൽ കൂടി വരുവാൻ സർവകൃപാലുവായി ദൈവം ഒരുക്കിയ മഹൽ ഭാഗ്യത്തെ സന്തോഷമായി കരുതുന്നവർ ആമേൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാണ്. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ജയത്തോടെ നടത്തിയ കർത്താവിനെ ഇരു കരങ്ങളും അടിച്ച് ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് ആമേൻ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തുതികളിമേ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. സ്തുതികളിമേ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും ആമേൻ സ്നേഹവന്ദനം. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരെയും ആമേൻ സ്നേഹപൂർവം ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആമേൻ. ദൈവമായ കർത്താവ് ആമേൻ എല്ലാവരെയും എല്ലാ നിലകളിലും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഹല്ലേലൂയ. ഇന്നത്തെ ഈ രാത്രിയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയത് മനുഷ്യനല്ല, ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവാം ദൈവം നമ്മളെ കൂട്ടി വരുത്തിയത്. പ്രൈസ് ദി ലോർഡ്. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവം ആമേൻ താങ്ങായി തണലായി നമ്മോട് കൂടെ ഇരുന്നു. കാല് കല്ലിൽ തട്ടാതെ കാലിന്റെ വീഴ്ചയിൽ നിന്ന്, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ ഇടയായല്ലോ. ഹല്ലേലൂയ. ചിലർ വലിയ പരീക്ഷണങ്ങളിലൂടെയാണ് ഈ ലൈവിൽ എത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ചിലർ ആമേൻ എത്തിയിരിക്കുന്നത് ആമേൻ കണ്ണുനീരോടെയാണ്. ഹല്ലേലൂയ. ചിലർ ഭാവിയെ കുറിച്ച് ആമേൻ, ചിലർക്ക് ആമേൻ ഭാവിയെ കുറിച്ച് ഭയമുണ്ട്. ഹല്ലേലൂയ. ചിലർക്ക് കുടുംബത്തെ കുറിച്ച് ആശങ്കയുണ്ട്. എന്നാൽ ഇന്ന് കർത്താവ് നിങ്ങളോട് ഒരു വാക്ക് പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43:2. ആമേൻ. നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ആമേൻ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. തീയിൽ കൂടി നടന്നാലും നീ വെന്തു പോകുകയില്ല. ഹല്ലേലൂയ. ഇന്ന് ആമേൻ പരിശുദ്ധാത്മാവ് ആമേൻ നമ്മോട് ഇടപെടുവാൻ പോകുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 28-ാം അധ്യായത്തിലൂടെയാണ്. ഹല്ലേലൂയ. കൊടുങ്കാറ്റ് കഴിഞ്ഞു, കപ്പൽ തകർന്നു, എന്നാൽ ദൈവത്തിന്റെ ദൗത്യം അവസാനിച്ചില്ല കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. കരയിലെത്തിയ ഉടനെ പൗലോസ് ആമേൻ ഹല്ലേലൂയ പൗലോസിന്റെ ജീവിതത്തിൽ ആമേൻ പൗലോസിനെ ഒരു സർപ്പം ആമേൻ കടിച്ചു. ഹല്ലേലൂയ. ആമേൻ. ശത്രു വിചാരിച്ചത് ഇനി ഇതോടെ എല്ലാം അവസാനിക്കും. ആമേൻ. പക്ഷേ ഹല്ലേലൂയ ദൈവം പറഞ്ഞു, ഞാൻ ആരംഭിച്ച പ്രവൃത്തി ഞാൻ പൂർത്തിയാക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ ദിവസം വരെ ആമേൻ അതിനെ പൂർത്തിയാക്കും. ഹല്ലേലൂയ. നിങ്ങളെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. ആമേൻ. യേശു ക്രിസ്തുവിന്റെ ദിവസം വരെ അതിനെ പൂർത്തിയാക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ചിലപ്പോൾ കൊടുങ്കാറ്റ് കഴിഞ്ഞാലും പരീക്ഷണം അവസാനിക്കുകയില്ല. ആമേൻ. പക്ഷേ ദൈവം ഓരോ പരീക്ഷണത്തെയും സാക്ഷ്യമായി മാറ്റും. ഹല്ലേലൂയ. ദൈവം ഓരോ പരീക്ഷണത്തെയും ഹല്ലേലൂയ സാക്ഷിയായി മാറ്റും. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 37-ാം വാക്യം. ഹല്ലേലൂയ. ഒന്ന് വായിച്ചാട്ടെ. റോമാലേഖനം 8-ാം അധ്യായം നമുക്കറിയാവുന്ന വേദഭാഗമാണ്. ആമേൻ. ഹല്ലേലൂയ ഇവയെല്ലാം ആമേൻ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം
ആമേൻ, നാം അതിജീവിക്കുന്നവരാകുന്നു. ഹല്ലേലൂയ. ആമേൻ. ആ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഹല്ലേലൂയ സകലതും നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവം. റോമലേഖനം 8:37. ആമേൻ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഏതൊക്കെയോ വിഷയത്തിനകത്ത് ഭാരത്തോടായിരിക്കുന്ന ജീവിതങ്ങളോട് പറയാം, ആ മേഖലയ്ക്കകത്തെല്ലാം പൂർണ്ണ ജയം പ്രാപിപ്പാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് അനുകൂലമായി ചലിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ആ കരമുയർത്തി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കും? ഹല്ലേലൂയ. പ്രിയരെ, പലപ്പോഴും ആമേൻ നമ്മുടെ ജീവിതത്തിൽ നാം പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആമേൻ, നമ്മെ വിളിച്ച കർത്താവിനെ നാം എന്ത് ചെയ്യാറില്ല? ശ്രദ്ധിക്കാറില്ല. അവനെ വിശ്വസിക്കാറില്ല. അവനെ വിശ്വസിക്കുന്നതിനേക്കാൾ ഉപരി, ആമേൻ, അവനെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഉപരി, ആമേൻ, നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ. പ്രശ്നം, ആമേൻ, ശ്രദ്ധിക്കും. ഹല്ലേലൂയ. ഈ രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ഈ ലൈവിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം പുതിയ ശക്തി പകരും. തളർന്നവർ ബലപ്പെടും, ഭയപ്പെട്ടവർ ധൈര്യം പ്രാപിക്കും. ആമേൻ. രോഗികൾ സൗഖ്യം പ്രാപിക്കും, ബന്ധനങ്ങളിൽ കഴിയുന്നവർ വിടുതൽ പ്രാപിക്കും. പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നമ്മോട് സംസാരിക്കും. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളെ ദൈവ സന്നിധിയിൽ ഏകാഗ്രതമാക്കാം. എല്ലാ കണ്ണുകളും അടച്ചാണ് ആ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാണ് ഒരു നിമിഷം ആരാധനയ്ക്കായി നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അവന്റെ വചനം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ അനുവദിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ രാത്രിയിൽ ഒരു കൂട്ടായ്മയിൽ നാം പങ്കാളികളായിരിക്കുക മാത്രമല്ല, ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ് പ്രവേശിക്കുന്നത്. നിന്റെ ഹൃദയത്തിൽ എത്ര ഭയമുണ്ടായാലും, നിന്റെ ജീവിതത്തിൽ എത്ര പരീക്ഷണങ്ങൾ ഉണ്ടായാലും, ഇന്ന് യേശുക്രിസ്തു നിന്നോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ കൈകളൊന്ന് ഉയർത്തിയേ, ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ആ ഹൃദയമൊന്ന് തുറന്നേ, പരിശുദ്ധാത്മാവിനെ ഒന്ന് സ്വാഗതം ചെയ്ത് നമ്മുടെ രാജാവായ യേശുക്രിസ്തുവിനെ നമുക്ക് ആരാധിക്കാം. അവൻ ആരാധനയ്ക്ക് യോഗ്യനാ, അവൻ സകല മഹത്വത്തിനും യോഗ്യനാ, അവൻ സകല പുകഴ്ചയ്ക്കും യോഗ്യനാ. ജീസസ്. ഹല്ലേലൂയ. യേശുവേ ജീവനാഥ, എന്നാശ്രയം. യേശുവേ എൻ ജീവനാഥ, എന്നാശ്രയം നീയല്ലോ. കൊടുങ്കാറ്റിൻ നടുവിലും കൈവിടാതെ നിന്നവനെ, വിഷസർപ്പം വന്നാലും വിഷമെന്നെ കൊടുക്കയില്ല. നിന്റെ ശക്തി മതി എനിക്കായി, നിന്റെ കൃപ മതി എനിക്കായി.
പരിശുദ്ധാത്മാവേ വരണമേ, എൻ ഹൃദയം നിറയണമേ, അഭിഷേകാഗ്നി പകരണമേ, എൻ ജീവിതം മാർത്തണമേ, എൻ കുടുംബം അനുഗ്രഹിക്കണമേ, എൻ മക്കളെ നടത്തണമേ, എൻ ശുശ്രൂഷ ഉയർത്തണമേ, നിൻ മഹത്വം വെളിപ്പെടണമേ. യേശുവേ സ്തുതി നിനക്കേ, യേശുവേ മഹത്വം നിനക്കേ, എൻ രാജാവേ എൻ കർത്താവേ എന്നും എന്നേക്കും ആരാധന. ഹല്ലേലൂയ. കരമുയർത്തി നന്ദിയോടെ ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിച്ചാട്ട. ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാധനയിൽ ആമേൻ നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ ഒരുങ്ങി. ഇപ്പോൾ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളിൽ ആമേൻ 28-ാം അധ്യായത്തിൽ നിന്നാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാനായി പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ. താങ്ക് യു ജീസസ്. ഇന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും? ഹല്ലേലൂയ. കൊടുങ്കാറ്റ് കഴിഞ്ഞാലും പരീക്ഷണം വന്നാലും ദൈവം തന്റെ മക്കളെ കൈവിടുന്നില്ല. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ വിശ്വാസം പുതുക്കപ്പെടും. ഹല്ലേലൂയ. നിന്റെ ധൈര്യം വർദ്ധിക്കും. നിന്റെ ജീവിതത്തിന്റെ ഹല്ലേലൂയ സമസ്ത മേഖലകളിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും. ആമേൻ. ഹൃദയങ്ങൾ തുറന്ന് ദൈവവചനം ആമേൻ നമുക്ക് ശ്രവിക്കാം. ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലോക രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ആമേൻ ക്രിസ്തീയ വന്ദനം. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് എല്ലാവരെയും എല്ലാ നിലകളിലും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. വിഷസർപ്പം കടിച്ചാലും ദൈവത്തിന്റെ ദൗത്യം അവസാനിക്കില്ല. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ തമ്മിൽ കരം കൊടുത്തു പറ, വിഷസർപ്പം കടിച്ചാലും ദൈവത്തിന്റെ ദൗത്യം അവസാനിക്കില്ല. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള വേദഭാഗമാണ് ആമേൻ ചിന്തയ്ക്ക് ആധാരമായി ഇന്ന് രാത്രി ആമേൻ പ്രാരംഭത്തിൽ വായിക്കുന്നത്. വായിച്ചാൽ രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലീത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബർമാർ ഞങ്ങൾക്ക് അസാധാരണ
ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ സംശയമില്ല, കടലിൽ നിന്നും രക്ഷപ്പെട്ടിട്ട് നീതിദേവി അവന് ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവന് ദൈവമക്കളെ, ഇന്നലെ നാം കണ്ടത്, ഇന്നലെ നാം കേട്ടത് കൊടുങ്കാറ്റിനെ അതിജീവിച്ച പൗലോസിനെയാണ്. ഹല്ലേലൂയ. ഇന്ന് നാം കാണുവാൻ പോകുന്നത്, ഇന്ന് നാം കേൾക്കുവാൻ പോകുന്നത്, ഹല്ലേലൂയ, ഇന്ന് നാം പ്രാപിക്കുവാൻ പോകുന്നത്, ഹല്ലേലൂയ, അത് കരയിലെത്തിയ ഉടനെ മറ്റൊരു പരീക്ഷണം. ഹല്ലേലൂയ. എന്തായിരുന്നു? ആമേൻ. കൊടുങ്കാറ്റ് കഴിഞ്ഞു, എന്നാൽ പരീക്ഷണം കഴിഞ്ഞില്ല. പ്രിയരെ, ഇതാണ് വിശ്വാസിയുടെ ജീവിതം. പരീക്ഷണങ്ങൾ മാറാം, പക്ഷേ ദൈവത്തിന്റെ സാന്നിധ്യം മാറുകയില്ല. സങ്കീർത്തനം 34:19 ഇങ്ങനെ നാം വായിക്കുന്നു. നീതിമാന് അനേക കഷ്ടങ്ങളുണ്ട്. നീതിമാന് അസംഖ്യമായ അനർത്ഥങ്ങളുണ്ട്. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, അല്ലെ? നീതിമാൻ അനേക കഷ്ടങ്ങളുണ്ട്. എന്നാൽ അവയ്ക്കൊന്നും ഹല്ലേലൂയ ഒന്നും ഹല്ലേലൂയ അവനെ തകർക്കുവാൻ കഴിയില്ല. കാരണം യഹോവ അവനെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. നീതിമാന് അസംഖ്യമായ അനർത്ഥങ്ങളുണ്ട്. ആ അനർത്ഥങ്ങളൊന്നും ഒരു നീതിമാനെ തകർക്കുകയില്ല. കാരണം നീതിമാന് അനേകം കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും കഷ്ടത്തെ ജയിച്ച കർത്താവ് അവനോട് കൂടെയുണ്ട്. യഹോവ അവനെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. മൾട്ട, അല്ലെ? മാൾട്ട ദ്വീപിലെ ജനങ്ങൾ പൗലോസിനെ സ്നേഹത്തോടെ സ്വീകരിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിൽ വിവിധ ജില്ലകളിൽ നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ വളരെ മഴ, ശക്തമായ മഴ, തണുപ്പായിരുന്നു, മഴയായിരുന്നു. സ്തോത്രം. ഈ തണുപ്പിനെ അതിജീവിക്കുവാൻ, ഈ മഴയെ അതിജീവിക്കുവാൻ അവർ തീ കത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസും കൈകെട്ടി നിൽക്കാതെ വിറക് ശേഖരിക്കാൻ പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഒരു വലിയ ആത്മീയ പാഠമുണ്ട്. ആമേൻ. ദൈവം ഉപയോഗിക്കുന്നവർ, ഹല്ലേലൂയ, സേവിക്കാൻ മടിക്കുകയില്ല. ഈ നേതൃത്വം അധികാരമല്ല, സേവനമാണ്. ഹല്ലേലൂയ. നമ്മുടെ കേരളത്തിൽ മഴ ശക്തമായപ്പോൾ, പലയിടങ്ങളിലും വെള്ളം പൊങ്ങിയപ്പോൾ, അതേ നേതാക്കന്മാർ, നേതൃത്വം കൊടുക്കുന്ന അധികാരികൾ കൈകൊട്ടി നോക്കി നിൽക്കാതെ അവർ സേവനം ചെയ്യുവാൻ തയ്യാറായി മുന്നോട്ടിറങ്ങുന്നത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം ഉപയോഗിക്കുന്നവർ സേവിക്കാൻ മടിക്കുകയില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നേതൃത്വം അധികാരമല്ല, അത് സേവനമാണ്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാ: മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടുവാൻ അല്ല ശുശ്രൂഷിപ്പാനത്രേ വന്നത്. ഹല്ലേലൂയ. പൗലോസ് വിറക് തീയിലിട്ടപ്പോൾ ചൂട് കാരണം ഒരു വിഷസർപ്പം പുറത്തു വന്ന് അവന്റെ കയ്യിൽ കടിച്ചു. ജനങ്ങൾ ഉടനെ വിലയിരുത്തി, ജനങ്ങൾ ഉടനെ വിധി എഴുതി. ഇന്ന് രാത്രി നിന്നെ നോക്കി, നിന്റെ തലമുറയെ നോക്കി, നിന്റെ കൂടപ്പിറപ്പിനെ നോക്കി, നിന്റെ സാഹചര്യങ്ങളെ നോക്കി വിധി എഴുതുന്നവരുണ്ടാകാം.
ഹല്ലേലൂയ. ഇവൻ മരിക്കും. സ്തോത്രം. എന്നാൽ ദൈവം ഒരു വിധി എഴുതി. ഹല്ലേലൂയ. എന്നാൽ ദൈവം ആമേൻ വേറൊരു വിധി എഴുതിയിരുന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54:17 നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. പ്രിയ ദൈവമക്കളെ, ലോകം നിന്നെ കുറിച്ച് പലതും പറഞ്ഞേക്കാം. ഇവൻ ഇനി ഉയരില്ല, ഈ കുടുംബം ഇനി രക്ഷപ്പെടുകയില്ല, ഈ ശുശ്രൂഷ അവസാനിച്ചു. എന്നാൽ അവസാന വാക്ക് മനുഷ്യന്റേതല്ല, അവസാന വാക്ക് ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ. പൗലോസ് സർപ്പത്തെ തീയിൽ ആമേൻ തട്ടിക്കളഞ്ഞു. ഹല്ലേലൂയ. അവൻ സർപ്പവുമായി പോരാടിയില്ല, അതിനെ പിടിച്ച് സൂക്ഷിച്ചില്ല, അത് തീയിൽ എറിഞ്ഞു. ആമേൻ. ചില കാര്യങ്ങൾ ജീവിതത്തിൽ ചർച്ച ചെയ്യേണ്ടതല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലരും ആമേൻ ചില കാര്യങ്ങള് ആമേൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ആമേൻ. അതെങ്ങനെ ചെയ്യണം, അതാരോട് പറയണം, അതാരെ കാണണം, എങ്ങനെ ചെയ്താൽ എങ്ങനെ അത് ശരിയാകും. ഹല്ലേലൂയ. ഇന്ന് സന്ധ്യാസമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. അവർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തെ അവൻ എന്നോട് പറഞ്ഞു. ഞാനത് കേട്ടു. ഹല്ലേലൂയ. ഞാൻ മറുപടി പറഞ്ഞു. അവൻ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന വിഷയം നിങ്ങൾ ചർച്ച ചെയ്ത് സമയം കളയാതെ പൗലോസ് ചെയ്തതുപോലെ ആമേൻ അതിനെ നേരിടുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ആമേൻ. സർപ്പത്തെ തീയിൽ ആമേൻ തട്ടിക്കളഞ്ഞു. അവൻ സർപ്പവുമായി പോരാടിയില്ല, അതിനെ പിടിച്ചു സൂക്ഷിച്ചില്ല, അത് തീയിൽ എറിഞ്ഞു കളഞ്ഞു. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ ജീവിതത്തിൽ ചർച്ച ചെയ്യേണ്ടതല്ല, ഉപേക്ഷിക്കേണ്ടതാണ്. ഹല്ലേലൂയ. പഴയ മുറിവുകൾ. ആമേൻ. ഹല്ലേലൂയ. അതേ ക്ഷമിക്കാത്ത മനസ്സ്. ഇന്നും അമ്മ ഫോം വിളിച്ചാൽ ചർച്ചയാ. നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ, അവരത് പറഞ്ഞില്ലേ, ഇവരിത് പറഞ്ഞില്ലേ, ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോ കണ്ടു. അമ്മേ, ഇന്ന് രാത്രിയിലൂടെ ഈ പരിപാടിയൊക്കെ നിർത്തിക്കോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ചർച്ച ചെയ്ത സമയം പോക്കാൻ ആമേൻ ഹല്ലേലൂയ തയ്യാറാകാതെ ആമേൻ പഴയ മുറിവുകളും ക്ഷമിക്കാത്ത മനസ്സും ഹല്ലേലൂയ അതേ ഭയം, നിരാശ, ഇവയെല്ലാം പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിലേക്ക് എറിഞ്ഞു കളയണം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളോട് പറയുന്നു, പഴയ മുറിവുകൾ എറിഞ്ഞുകള, ക്ഷമിക്കാത്ത മനസ്സ് എറിഞ്ഞുകള, ആ ഭയം എറിഞ്ഞുകള, നിരാശ എറിഞ്ഞുകള. ഇവയെല്ലാം പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിലേക്ക് എറിഞ്ഞു കളയണം. ഹല്ലേലൂയ. ആമേൻ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ആമേൻ. ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പി, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പലരും ഓടിക്കാൻ നോക്കുക. ആമേൻ. പലരും ആമേൻ ഉപവസിക്കുന്നത് എന്തിനാണെന്നറിയോ? പലരും ആമേൻ പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നറിയോ? സാത്താനെ ഓടിക്കാന്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് ആമേൻ തന്റെ സഭയില് ആയിരിക്കുന്ന ജനത്തോട് അപ്പോസ്തലനായിരിക്കുന്ന യാക്കോബിലൂടെ ആമേൻ അതെ പ്രബോധിപ്പിച്ചത് ഇങ്ങനെയാ. ആമേൻ. ദൈവത്തിന് കീഴടങ്ങുവീൻ. ഹല്ലേലൂയ. പിശാചിനോട് എതിർത്ത് നിൽപ്പി, എന്നാൽ അവൻ വിട്ട്. ഹല്ലേലൂയ. ആരെ വിട്ട്? നിങ്ങളെ വിട്ട്. ഹല്ലേലൂയ. ഓടിപ്പോ, ഓടിപ്പോ. ഇന്ന് രാത്രി ചില പൈശാചിക മേഖലകൾ നിങ്ങൾ വിട്ട് ഓടിപ്പോകുവാനിടയാകുമെന്ന്. ഹല്ലേലൂയ. പിന്നീട് എല്ലാവരും കാത്തിരുന്നു. ഇപ്പൊ പൗലോസിന്റെ വീഴും. കാരണം പൗലോസിന്റെ കയ്യിൽ ഒരണലി കയറി ചുറ്റിയിരിക്കുകയാണ്.
ഒരണലി കയറി പിടിച്ചിരിക്കുക. സ്തോത്രം. അവനിപ്പോ അവൻ ചത്തു വീഴും, അവൻ ചീർക്കാൻ തുടങ്ങും. ഇത് കാണാനായിട്ട് ആളുകളൊക്കെ നോക്കിയിരിക്കുകയാണ്. ഇപ്പോ പൗലോസ് വീഴും, ഇപ്പോൾ അവൻ മരിക്കും. പക്ഷേ ബൈബിൾ പറയുന്നു അവൻ ഒരു ദോഷവും സംഭവിച്ചില്ല. ഹല്ലേലൂയ. ഇന്ന് ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ചിലരെ നോക്കി പ്രഖ്യാപിക്കുന്നു, നിനക്കെതിരെ ഉയർന്ന് നാവുകൾ ലജ്ജിക്കും. ഓ ഷാരാകാബ ശബ്ദരഹസ്യ, നിനക്കെതിരെ ആമേൻ ശബ്ദമുയർത്തിയ നാവുകൾ ലജ്ജിക്കും. ഹല്ലേലൂയ. നിനക്കെതിരെ പ്രവർത്തിച്ച ദുഷ്ട പദ്ധതികൾ തകരും. രോഗത്തെക്കാൾ യേശുവിന്റെ ശക്തി വലുതാണ്. വിഷത്തേക്കാൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ശക്തമാണ്. ഭയത്തേക്കാൾ ദൈവത്തിന്റെ സമാധാനം വലുതാണ്. ഈ രാത്രി കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ധൈര്യം പകരും. ഹല്ലേലൂയ. നിങ്ങൾ വീഴുകയില്ല, കാരണം ദൈവത്തിന്റെ കൈ നിങ്ങളെ താങ്ങുന്നു. ഇന്ന് രാത്രി ആ കരത്തിന്റെ സ്പർശനം അനുഭവിക്കുന്നവർ മൗനമായിരിക്കാതെ അതരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കരങ്ങളെ അടിച്ച് നന്ദിയോടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഓ നിങ്ങള് തകരുന്നത് കാണുവാൻ, നിങ്ങളുടെ നാശം കാണുവാൻ നോക്കി നിൽക്കുന്ന കണ്ണുകളുടെ മുമ്പിൽ സ്വർഗം നിങ്ങൾക്കായി അതെ അത്ഭുതങ്ങൾ ചെയ്യുന്ന രാത്രിയാകട്ടെ. ഓ ഓ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ദുഷ്ട പദ്ധതികൾ തകരുന്ന രാത്രി. ഹല്ലേലൂയ. നിങ്ങൾക്കെതിരെ ഉയർന്ന വാക്കുകൾ ഓ ലജ്ജിക്കുന്ന രാത്രി. രോഗത്തെക്കാൾ യേശുവിന്റെ ശക്തി വലുതാ. ഓ വിഷത്തേക്കാൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ശക്തമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രി കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ധൈര്യം പകരുന്നു. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ വീഴുകയില്ല, കാരണം ദൈവത്തിന്റെ കൈ നിങ്ങളെ താങ്ങും. ഹല്ലേലൂയ, ആമേൻ. നീ രക്ഷിക്കപ്പെട്ടത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാനാണ്. അമ്മേ, ഒന്നടുത്തിരിക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കി അവരെ തട്ടിയിട്ട് അവരുടെ കൈ പിടിച്ചിട്ട് ഒന്ന് പറ, രക്ഷിക്കപ്പെട്ടത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാനാണ്. പ്രീശല്ലോ, അടുത്ത ആരും ഇല്ലെങ്കിൽ ആ ചങ്കത്തോട്ട് കൈവച്ചിട്ട് പറ, രക്ഷിക്കപ്പെട്ടത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാനാണ്. ഇന്ന് രാത്രി ആമേൻ ആ ചിന്തകൾക്കായി നാം വായിക്കുവാനായിട്ട് പോകുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായം 7, 8, 9, 10 വാക്യമാണ് വായിച്ചത്. ആ സ്ഥലത്തിന്റെ സമീപത്ത് പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണിക്ക് ഒരു ജന്മഭൂമി ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെ ചേർത്തു 3 ദിവസം ആദരവോടെ അതിഥി സൽക്കാരം ചെയ്തു. ആദരവോടെ അതിഥി സൽക്കാരം ചെയ്തെന്ന്. പുബ്ലിയോസിന്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പായിരുന്നു. പൗലോസ് അവന്റെ അടുക്കലകത്ത് ചെന്ന് പ്രാർത്ഥിച്ച് ഓ അവന്റെ മേൽ കൈവച്ചു. പ്രിയ ദൈവമക്കളെ, ദൈവം പൗലോസിനെ സർപ്പത്തിൽ നിന്ന് രക്ഷിച്ചത് അവന്റെ ജീവൻ മാത്രം രക്ഷിക്കാനായിരുന്നില്ല. ഒരു ദ്വീപിനെ അനുഗ്രഹിക്കാനായിരുന്നു.
ഹല്ലേലൂയ. ആമേൻ. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. ആമേൻ. ഒരു ദ്വീപിനെ അനുഗ്രഹിക്കാനായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. നിന്റെ വിടുതൽ നിനക്ക് വേണ്ടി മാത്രമല്ല, നിന്നിലൂടെ അനേകർ വിടുതൽ പ്രാപിക്കുവാനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ ആമേൻ അബ്രഹാമിനെ വിളിച്ച സമയത്ത് ദൈവം അവനോട് ഇടപെട്ടത് ആമേൻ നാം വായിക്കുവാനായിട്ട് മാത്രമല്ല, നാം അനുഗ്രഹം പ്രാപിപ്പാനായിട്ട് എഴുതി വച്ചിരിക്കുന്നതാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഉൽപ്പത്തി 12:2 ആമേൻ അതേ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ആമേൻ വായിക്കാൻ മാത്രമല്ല, ആമേൻ ഏത് പ്രാപിക്കാനും കൂടെയാ. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാക്ക് ഇന്നും തന്റെ മക്കളോട് പറയുന്നു. ഹല്ലേലൂയ. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നത് നിന്നിലൂടെ മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഒരു തുറന്ന വാതിൽ ബൈബിൾ പറയുന്നു. ആ ദ്വീപിലെ പ്രധാനിയായ പുബ്ലിയോസ് പൗലോസിനെ സ്വീകരിച്ചു. ശ്രദ്ധിക്കണം, ഇന്നലെ തടവുകാരൻ ഇന്ന് ആദരണീയനായ അതിഥി. ഹല്ലേലൂയ. ഇന്നലെ കൊടുങ്കാറ്റിൽ സ്തോത്രം, ഇന്ന് കൊട്ടാരത്തിൽ. ഇതാണ് ദൈവം. സ്വീകരിച്ചോ ഇന്ന് രാത്രി. ആമേൻ. സ്വീകരിക്കാൻ തയ്യാറാകുക. ഇന്നലെ നിന്റെ ജീവിതത്തിൽ പ്രതികൂലമായിരുന്നു. ഇന്നലെ നിന്റെ ജീവിതത്തിൽ കാരാഗ്രഹമായിരുന്നു. ഇന്നലെ നിന്റെ ജീവിതത്തിൽ അണലി കടിച്ചു തൂങ്ങുകയായിരുന്നു. ഇന്നലെ നിന്റെ രാത്രി ആമേൻ കൊടുങ്കാറ്റിന്റെ രാത്രിയായിരുന്നു. എന്നാൽ ഇന്ന് ആമേൻ സ്വർഗം പൗലോസിന്റെ ജീവിതത്തിൽ ആദരണീയനായ ഒരു അതിഥിയാക്കി മാറ്റിയെങ്കിൽ, ആമേൻ ഒരു കൊട്ടാരത്തിൽ എത്തിച്ചെങ്കിൽ, ഹല്ലേലൂയ, നിന്നെയും അതുപോലെ നയിപ്പാൻ ദൈവം മതിയായവനാണ്. ഇതാണ് ദൈവം. ഞാനും നീയും ആരാധിക്കുന്ന ദൈവം ആരാണെന്നറിയോ? എന്നും കൊടുങ്കാറ്റും, എന്നും ആമേൻ ഈശാനമൂലമാകുന്ന കാറ്റും, എന്നും അണലി കടിച്ചു തൂങ്ങുന്ന കഥയും പറഞ്ഞിരിക്കുകയല്ല. അതിനപ്പുറത്ത് ഒരു ദൈവ മഹത്വമുണ്ട്, ഒരു ഗ്ലോറിയുണ്ട്. ആമേൻ. ദൈവിക പദ്ധതിയുടെ ഭാഗമായി ചലിക്കുവാൻ നിന്നെ ശക്തീകരിക്കുന്ന ആത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ചില ജീവിതങ്ങളിൽ, ചില തലമുറകളിൽ, ചില കുടുംബങ്ങളിൽ അത് വെളിപ്പെടുന്ന രാത്രിയാ. വിശ്വസിക്കുന്നവർ ഇരു കരവും അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. സങ്കീർത്തനം 75 ഹല്ലേലൂയ 6-7 വാക്യങ്ങൾ ആമേൻ വായിക്കുന്നത് ഇപ്രകാരമാണ്. ഹല്ലേലൂയ. ആമേൻ. ഉയർച്ച വരുന്നത് ആമേൻ കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ അല്ല. ഹല്ലേലൂയ. ചിലർ വിചാരിക്കുന്നത് കിഴക്കോട്ട് പോയി ആമേൻ അവിടുന്ന് വരുന്ന. ചിലർ വിചാരിക്കുന്നത് പടിഞ്ഞാറോട്ട് പോയി അവിടുന്ന് വരുന്ന. അങ്ങനെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും നോക്കി നടക്കുന്ന അനേകരുണ്ട്. ആമേൻ. അങ്ങനെ നടക്കാനല്ല സ്വർഗം നിന്നെ വിളിച്ചിരിക്കുന്നത്. കിഴക്കുന്നാണോ വരുന്നേ? ആമേൻ. വടക്കുന്നാണോ വരുന്നേ? ഹല്ലേലൂയ. അതെ, പടിഞ്ഞാറുന്നാണോ വരുന്നേ? അല്ലേ, അല്ല. ഭക്തൻ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരും. ഹല്ലേലൂയ. ഈ വചനം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു ഡയറി കുറിപ്പുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കണ്ണ് സായിപ്പിക്കലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം അമേരിക്കയിൽ നിന്ന് വരും. ഹല്ലേലൂയ. ഒരു ഡയറി കുറിപ്പാകട്ടോ. ഹല്ലേലൂയ. പ്രിയരെ, ഇന്ന് ഇതുപോലെയാ പലരും കണ്ണു ഉയർത്തുന്നത്. ആമേൻ. സായിപ്പിലേക്കാ, അമേരിക്കയിലേക്കാ, UK-യിലേക്കാ, ആമേൻ, ഓസ്ട്രേലിയയിലേക്കാ,
കാനഡയിലേക്കാ, ഗൾഫിലേക്കാ, അല്ലേ? സ്തോത്രം. ഫോറിൻ രാജ്യങ്ങളിലേക്കാ. സ്തോത്രം. ഹല്ലേലൂയ. ഉയർച്ച കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ അല്ലേ? അല്ല. സ്തോത്രം. ദൈവം ന്യായാധിപൻ. ഒരുവനെ താഴ്ത്തുകയോ മറ്റൊരുവനെ ഉയർത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയരെ, ഇന്ന് നീ ചെറിയ ഒരു സ്ഥലത്തായിരിക്കാം. സ്തോത്രം. നാളെ ദൈവം വലിയ വാതിൽ തുറക്കും. സ്തോത്രം. ഒരാമേൻ പറയാമോ? സൗഖ്യത്തിന്റെ ശുശ്രൂഷ പുബ്ലിയോസിന്റെ പിതാവ്, അമേ, ആ ശുശ്രൂഷ വെളിപ്പെടുക കേട്ടോ. അമേ, നിന്നിലുള്ള ദൈവകൃപ ജ്വലിക്കണം. നിന്നിലുള്ള ശുശ്രൂഷ അമേൻ മറ്റുള്ളവർക്ക് അമേൻ അനുഗ്രഹമാകത്തക്ക വിധത്തിൽ അമേൻ വെളിപ്പെട്ടു വരണം. അമേൻ. പൗലോസ് അമേൻ ഈ പ്രതികൂലങ്ങളെയൊക്കെ അതിജീവിച്ച്, അമേൻ ഈ കപ്പൽ യാത്രയൊക്കെ അതിജീവിച്ച്, അമേൻ ആ അണലിയുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷ പ്രാപിച്ച് ഈ ദ്വീപിലെത്തിയത് അവൻ എന്തിനാണെന്നറിയാമോ? പൗലോസിനുള്ള ശുശ്രൂഷ വെളിപ്പെടണം. ഹല്ലേലൂയ. പൗലോസിനുള്ള ദൈവകൃപ ആ ദ്വീപിന് അനുഗ്രഹമാകണം. പിതാവ് ആര്? പുബ്ലിയോസിന്റെ പിതാവ് രോഗബാധിതനായിരുന്നു. ആമേൻ. ആ വീട്ടിനകത്ത് രോഗം പേറി കഴിയുന്ന ആ പിതാവിന്റെ അരികിലേക്ക് പൗലോസ് ചെന്നു. ചെന്നിട്ട് കയ്യിലുള്ള ആമേൻ പലകാരമൊക്കെ കൊടുത്തിട്ട് പോന്നല്ല. പൗലോസ് അകത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. നിന്നെ ചിലയെടുത്ത് ആമേൻ എത്തിക്കുന്നത് എന്തിനാണെന്നറിയോ? അവിടെ ചെന്ന് കുശലം പറഞ്ഞു പോരാനല്ല. ആമേൻ. നീ പ്രാർത്ഥനാ റൂമിനകത്തിരുന്ന് പ്രാർത്ഥിച്ച് ആമേൻ ചില മേഖലയ്ക്കകത്ത് നിന്ന് കരകയറി ദൈവം നിന്നെ രക്ഷിച്ച്, ദൈവം നിന്നെ വിടുവിച്ച് ആമേൻ അവിടെ എത്താൻ ദൈവം അവസരം ഒരുക്കുന്നത് എന്തിനാണെന്നറിയോ? അവിടെ പോയി ചായ കുടിച്ച് പോരാനല്ല, അവിടെ പോയി ബിരിയാണിയും കഴിച്ച് പോരാനല്ല, അവിടെ പോയി കുശല വർത്താനം നടത്തിയിട്ട് പോരാനല്ല. ഹല്ലേലൂയ. പൗലോസ് അകത്ത് ചെന്നു പ്രാർത്ഥിച്ചു, കൈവച്ചു, അവൻ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ രോഗികളുടെ മേൽ കൈവെക്കും, അവർക്ക് സൗഖ്യം വരും. പ്രാർത്ഥിക്കുന്ന കൈകൾ ഇന്നും ശക്തിയുള്ളവയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമം ഇന്നും സൗഖ്യം നൽകുന്നു. പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. പ്രിയരെ, ഒരത്ഭുതം അനേകരെ ദൈവത്തിങ്കലേക്ക് ആകർഷിക്കും. ഒരാൾ സൗഖ്യം പ്രാപിച്ചപ്പോൾ മറ്റ് രോഗികളും വന്നു, അവരും സൗഖ്യം പ്രാപിച്ചു. ഒരു ജീവിതം ദൈവത്തെ അനുസരിച്ചാൽ ഒരു ഗ്രാമം മാറും, ഒരു കുടുംബം യേശുവിങ്കലേക്ക് വരും, ഒരു തലമുറ ഉയരും. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം, നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. കുടുംബങ്ങളെ, എന്നെ കേൾക്കുന്ന വാത്സല്യ കുടുംബങ്ങളെ, നിങ്ങളുടെ വീട് ഒരു പ്രാർത്ഥന ആലയമാകട്ടെ. നിങ്ങളുടെ മേശ ഒരു സാക്ഷ്യത്തിന്റെ മേശയാകട്ടെ. നിങ്ങളുടെ മക്കൾ യേശുവിന്റെ ശിഷ്യരാകട്ടെ. നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകട്ടെ. ഹല്ലേലൂയ. ദൈവദാസന്മാരെ, ദൈവം നിങ്ങളെ പരീക്ഷണങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നത്
മറ്റുള്ളവരെ ഉയർത്തുവാനാണ്. നിങ്ങളുടെ മുറിവുകൾ മറ്റൊരാളുടെ സൗഖ്യത്തിന്റെ സാക്ഷ്യമാകും. നിങ്ങളുടെ കണ്ണുനീർ മറ്റൊരാളുടെ പ്രത്യാശയാകും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ ആമേൻ രേഖപ്പെടുത്തിയിരിക്കുന്നതാ, നമ്മുടെ സകല കഷ്ടങ്ങളിലും നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവം നാം ലഭിച്ച ആശ്വാസത്താൽ മറ്റുള്ളവരെയും ആശ്വസിപ്പിക്കേണ്ടതിനാകുന്നു. മനസ്സിലായവർ ആ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ച് ഈ രാത്രി ചില ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നിന്റെ ജീവിതം ഒരു അനുഗ്രഹമാകും. നിന്റെ കുടുംബം ഒരു സാക്ഷ്യമാകും. നിന്റെ മക്കൾ കർത്താവിനെ സേവിക്കും. നിന്റെ വീട് പ്രാർത്ഥനയുടെ വീടാകും. രോഗികൾ സൗഖ്യം പ്രാപിക്കും. നിരാശരായവർ പ്രത്യാശ കണ്ടെത്തും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്നിലൂടെ അനേകരിലേക്ക് ഒഴുകും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആമേൻ കരമുയർത്തി കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാൽ. ഹല്ലേലൂയ. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ എത്ര പേർ തങ്ങളെ തന്നെ സമർപ്പിക്കും? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കും. ആ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായി കർത്താവേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളെയും മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കണമേ. ഞങ്ങളുടെ കൈകൾ സൗഖ്യത്തിന്റെ കൈകളാകട്ടെ. ഞങ്ങളുടെ വാക്കുകൾ പ്രത്യാശയുടെ വാക്കുകളാകട്ടെ. ഞങ്ങളുടെ ജീവിതം യേശു ക്രിസ്തുവിന്റെ സാക്ഷിയായി മാറട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കരമുയർത്തി നന്ദിയോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, ദൈവരാജ്യത്തെ ആർക്കും തടയാൻ കഴിയില്ല. ആമേൻ. നീതിയും രാജ്യം അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ ലഭിക്കുവാണ്. ഹല്ലേലൂയ. ഭക്ഷണമല്ല, പാനീയമല്ല, പിന്നെയോ നീതി, സമാധാനം, സന്തോഷം. ഹല്ലേലൂയ. ഒന്ന് ആ കരം കൊടുത്ത് പറഞ്ഞേ, ദൈവരാജ്യത്തെ തടയാൻ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ. അപ്പന് കഴിയത്തില്ല, അമ്മയ്ക്ക് കഴിയത്തില്ല, മക്കൾക്ക് കഴിയത്തില്ല, മരുമക്കൾക്ക് കഴിയത്തില്ല, ഭാര്യയ്ക്ക് കഴിയത്തില്ല, ഭർത്താവിന് കഴിയത്തില്ല. ഉലകത്തിൽ പാതാളത്തിൽ ഉയരുന്ന ഒരു ശക്തിക്കും കഴിയത്തില്ല. ഉറക്കെ പറ, ദൈവരാജ്യത്തെ തടയാൻ ആർക്കും കഴിയില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായം അതിന് 23 മുതൽ 31 വരെയുള്ള വേദഭാഗമാണ്. ആമേൻ. വേഗത്തിൽ അതിന്റെ 1-2 വേദഭാഗം വായിക്കാം. ഹല്ലേലൂയ. വായിച്ചാൽ. ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവന്റെ പാർപ്പിടത്തിൽ അവന്റെ അടുക്കൽ വന്നു. പലരും അവന്റെ പാർപ്പിടത്തിൽ അവന്റെ അടുക്കൽ വന്നു. അവരോട് പാർപ്പിടത്തിൽ പലരും അവന്റെ അടുക്കൽ വന്നു. അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞു
ആ, മോശയുടെ ന്യായപ്രമാണവും ആ, പ്രവാചക പുസ്തകങ്ങളും ആ. ആധാരമായി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാറ് ഓ, അവർക്ക് എന്താ അർത്ഥം? വന്നവർക്കൊന്നും ബോധമില്ല. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, അപ്പോസ്തല പ്രവൃത്തികൾ ഒരു അത്ഭുതകരമായ വാക്യത്തോടെയാണ് അവസാനിക്കുന്നത്. ഹല്ലേലൂയ. പൗലോസ് റോമിൽ തടവിലായിരുന്നു. പക്ഷേ ദൈവവചനം തടവിലായിരുന്നില്ല. അവന്റെ കയ്യിൽ ചങ്ങലയുണ്ടായിരുന്നു. പക്ഷേ അവന്റെ വായിൽ സുവിശേഷം ഉണ്ടായിരുന്നു. അവന്റെ ശരീരം ഒരു വീട്ടിൽ ഒതുങ്ങിയിരുന്നു. പക്ഷേ ദൈവരാജ്യം ലോകമെമ്പാടും വ്യാപരിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഇതാണ് ഇന്നത്തെ സന്ദേശം. മനുഷ്യനെ ബന്ധിക്കാം. നീ എന്ന വ്യക്തിയെ ഈ ലോകത്തിൽ ഈ ജഡ ശരീരത്തോടെ നീ ആയിരിക്കുമ്പോ അവൻ നീ എന്ന മനുഷ്യനെ ബന്ധിക്കാം. പക്ഷേ ദൈവത്തിന്റെ ദൗത്യത്തെ ബന്ധിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ അവൻ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം അവൻ 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ അവൻ ഇങ്ങനെ അവൻ രേഖപ്പെടുത്തിയത്: ഞാൻ കുറ്റവാളിയെ പോലെ ചങ്ങലകളിൽ കിടക്കുന്നു, എങ്കിലും ദൈവവചനം ബന്ധിക്കപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. സാഹചര്യങ്ങളല്ല, വിളിയാണ് പ്രധാനപ്പെട്ടത്. പൗലോസ് പറഞ്ഞു, ഞാൻ ഇവിടെ ആയാലും യേശുവിനെ പ്രസംഗിക്കും. സ്വതന്ത്രം. അവൻ തന്നെ സാഹചര്യം നോക്കിയില്ല, അവൻ തന്നെ ദൗത്യം നോക്കി. ഹല്ലേലൂയ. ഇന്ന് ചിലർ പറയുന്നു, എനിക്ക് സമയമില്ല, എനിക്ക് അവസരമില്ല, എനിക്ക് ആരോഗ്യമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിനക്കെന്നെ സേവിക്കാൻ തയ്യാറായ ഒരു ഹൃദയമുണ്ടോ? യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം: ഇതാ ഞാൻ, എന്നെ അയക്കണമേ. പ്രിയ യുവജനങ്ങളെ, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ കുഞ്ഞേ, പ്രിയ അഭിഷക്തന്മാരെ, ഇത് എഴുന്നേൽക്കുവാനുള്ള സമയമാണ്. ഇത് ഉണരുവാനുള്ള സമയമാണ്. ഇത് ശക്തിപ്പെടുവാനുള്ള സമയമാണ്. ഇത് പ്രാപിക്കുവാനുള്ള സമയമാണ്. പ്രാർത്ഥിക്കുന്ന യുവജനങ്ങൾ ഉയരണം. വിശുദ്ധിയിൽ നടക്കുന്ന യുവജനങ്ങൾ ഉയരണം. വചനത്തിൽ ഉറച്ച കുടുംബങ്ങൾ ഉയരണം. അഭിഷേകമുള്ള ശുശ്രൂഷകന്മാർ ഉയരണം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം വാക്യം: ഞാൻ എന്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഇതാണ് നമ്മുടെ തലമുറയുടെ വാഗ്ദാനം. ഹല്ലേലൂയ. തലമുറ UK-ലല്ല, തലമുറ കാനഡയിലല്ല, തലമുറ ഓസ്ട്രേലിയയിലല്ല, തലമുറ ബഹറിനിലല്ല, തലമുറ ദുബായിലല്ല, തലമുറ എവിടെ ആയിരുന്നാലും ഇന്ന് രാത്രി അവരോടുള്ള വാഗ്ദത്തം: ഞാൻ എന്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും പകരും, നിങ്ങളുടെ പുത്രിമാരും പുത്രന്മാരും പ്രവചിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി തലമുറ സാമ്പത്തിക അഭിവൃദ്ധി പ്രാപിക്കുന്നത് നല്ലതാ. ശാരീരികമായി ബലം പ്രാപിക്കുന്നത് നല്ലതാ. അതിനേക്കാൾ ഉപരി ആത്മാവിൽ ജീവിച്ചു കാണുക, ആത്മാവിൽ
ആത്മാവിന്റെ കൃപാവരങ്ങളോട് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നിലകൊള്ളുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ, ഓ ശരഗബബ ശബ്ദരഗദനഗസി, തലമുറയോടുള്ള വാഗ്ദത്തം, ഓ മാതാപിതാക്കളോടുള്ള വാഗ്ദത്തം, ഓ നിന്റെ ജീവിത പങ്കാളിയോടുള്ള വാഗ്ദത്തം, അന്ത്യകാലത്ത് ഞാൻ എന്റെ ആത്മാവിനെ സകല ജഡത്തിന്മേൽ പകരോ. ഇന്ന് രാത്രി നിന്റെ അടുത്തിരിക്കുന്നവരുടെ മേൽ, നിന്റെ മാതാവിന്റെ മേൽ, നിന്റെ പിതാവിന്റെ മേൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ, നിങ്ങളുടെ ഊറ്റവരുടെ മേൽ, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മേൽ ഈ ആത്മാവിനെ പകരുവാൻ ദൈവം മതിയായവർ. ഇന്ന് രാത്രി ആ വാഗ്ദത്തത്തിന്റെ നിവൃത്തി കാണുവാൻ ആഗ്രഹിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. എന്നോട് ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. ആ ആത്മാവിന്റെ പകർച്ച എന്റെ തലമുറകളുടെ മേൽ സംഭവിക്കട്ടെ, എന്റെ ജീവിത പങ്കാളിയുടെ മേൽ സംഭവിക്കട്ടെ, ഓ എന്റെ മാതാപിതാക്കളിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഗ്രാമങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് ഈ രാത്രി ഞാൻ വിശ്വസിക്കുന്നു. ഓ ഹല്ലേലൂയ. ദൈവം ഗ്രാമങ്ങളിൽ നിന്നുള്ള ഹല്ലേലൂയ ദൈവ മക്കളെ ഉയർത്തും ഉയർത്തും ഉയർത്തും. ഓ പട്ടണങ്ങളിൽ നിന്നുള്ള ശുശ്രൂഷകന്മാരെ ഉയർത്തും. കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന്, ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ അഗ്നി വഹിക്കുന്ന ഒരു തലമുറയെ ദൈവം ഒരുക്കുന്നു. ഓ വിശ്വസിക്കുന്നവർ കരമടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ട. മത്തായി സുവിശേഷം 24:14 രാജ്യത്തിന്റെ ഈ സുവിശേഷ സകല ജാതികൾക്ക് സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും. ഹല്ലേലൂയ. ഓ ഇന്ന് രാത്രിയിൽ അവൻ ഈ സത്യവചനത്തിന് ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുക. വിശ്വസനം തള്ളി എന്നെ ഈ കുടുംബത്തെ നമ്മെ ഓരോരുത്തരെയും ഈ കൂട്ടായ്മയിൽ കൂട്ടുവരുത്തിയ സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി തുടരട്ടെ. ഒരു വ്യക്തിയുടെ അനുസരണം ഒരു ലോകത്തെ മാറ്റും. അവൻ പൗലോസ് ഒരു വ്യക്തിയായിരുന്നു, പക്ഷേ അവന്റെ അനുസരണം തലമുറകളെ സ്വാധീനിച്ചു. ഹല്ലേലൂയ. ഇന്ന് ദൈവം നിന്നെയും വിളിക്കുന്നു. ഓ ആർ യു റെഡി? നിങ്ങൾ തയ്യാറാണോ? ഇന്ന് രാത്രി സ്വർഗം നിന്നെയും വിളിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിൽ ഒരു വെളിച്ചമാകാൻ, നിന്റെ ഗ്രാമത്തിൽ ഒരു സാക്ഷിയാകാൻ, നിന്റെ ജോലി സ്ഥലത്ത് യേശുവിനെ വെളിപ്പെടുത്തുവാൻ. ഹല്ലേലൂയ. മത്തായി 5:14 യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഓ ശാരഗബ ശബ്ദരാധന രീഗൽ കമനഗദനഗസി അത്തുരി നിഗൽ കമനഗദനഗദനഗ സംഭവമമമ. ഹല്ലേലൂയ. ഈ രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഞാൻ ചിലരെ നോക്കി ആമേൻ പ്രഖ്യാപിക്കുന്നു, നിന്റെ വിളി തടയപ്പെടുകയില്ല, നിന്റെ ശുശ്രൂഷ അടയുകയില്ല, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിന്റെ മക്കളിൽ ദൈവത്തെ സേവിക്കും, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്നിൽ വർദ്ധിക്കും. ഹല്ലേലൂയ. അണഞ്ഞ തീ വീണ്ടും ജ്വലിക്കും. ഹല്ലേലൂയ. തളർന്നവർ ബലപ്പെടും, രോഗികൾ സൗഖ്യം പ്രാപിക്കും, ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. ഈ തലമുറയിൽ യേശു ക്രിസ്തുവിന്റെ മഹത്വം വഹിക്കുന്ന ഓ പുരുഷന്മാരെയും സ്ത്രീകളെയും ദൈവം എഴുന്നേൽപ്പിക്കും. വിശ്വസിക്കുന്നവർ കരമടിച്ച കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം വേഗത്തിൽ വായിച്ച. ഹല്ലേലൂയ. ഓ നന്ദി കർത്താവേ. പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഉപദേശിച്ചും പോകും. ആമേൻ. പൂർണ്ണ ധൈര്യത്തോടെ യാതൊരു തടസ്സവും കൂടാതെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച്
പ്രസംഗിച്ചു കൊണ്ടിരുന്നു. പ്രിയരെ, ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെയും പ്രാർത്ഥന. Praise the Lord. ധൈര്യത്തോടെ, വിശുദ്ധിയോടെ, അഭിഷേകത്തോടെ, യാതൊരു തടസ്സവും കൂടാതെ ആമേൻ യേശു ക്രിസ്തുവിനെ ലോകത്തറിയിക്കുന്ന തലമുറയായി നാം ജീവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുഴുവൻ മഹത്വവും ആമേൻ കർത്താവിന്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാട്ട് കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു സദ്വാർത്തമാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ. കഴിഞ്ഞ മാസം ഞാൻ കേട്ട ഒരു പ്രവചനത്തിന്റെ നിവർത്തി ഇന്ന് പകലിൽ എൻ്റെ വീട്ടിൽ സംഭവിച്ചു. കഴിഞ്ഞ രാത്രി എൻ്റെ വീട്ടിൽ സംഭവിച്ചു. ഹല്ലേലൂയ. ഉടഞ്ഞു പോയത്, തകർന്നു പോയത്, കൈവിട്ടു പോയത് ആമേൻ ഉടയാതെ കണ്ട് ആമേൻ കൈവിട്ടു പോയതിനെ കയ്യിൽ തിരികെ തരുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. ഒരാമേൻ പറയാമോ? ഹല്ലേലൂയ. ഉടഞ്ഞു പോയതിനെ, കൈവിട്ടു പോയതിനെ ആമേൻ കയ്യിൽ തന്ന് ആമേൻ ചേർത്ത് പിടിക്കുന്നവനാ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. അനുഭവത്തിൽ നിന്ന് പറയുക. പ്രവചനം കേട്ടു, ദൂത് കേട്ടു, വചനം കേട്ടു. എന്നിട്ട് ആമേൻ എന്നോട് പ്രവചിച്ച ആ ദൈവദാസൻ ശരിയില്ല, എന്നോട് പറഞ്ഞ വചനം ആമേൻ ശരിയായില്ല, ഇങ്ങനെ പറയുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, കഴിഞ്ഞ മാസം 21 ദിവസം എൻ്റെ സഹോദരന്റെ സഭയിൽ ക്രമീകരിച്ച ഉപവാസ പ്രാർത്ഥനയിൽ ക്ഷണനമില്ലെങ്കിലും ആമേൻ കടന്നുപോയി. വൃഥാവായില്ല, അത് അനുഗ്രഹമായെന്ന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നെ ക്ഷണിച്ചില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ക്ഷണിക്കാതെ കണ്ട് ജീവിതത്തിൽ അനുഗ്രഹം കടന്നു വരില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൈവിന്റെ ഇൻവിറ്റേഷൻ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ കേറാഞ്ഞെന്ന് പറയുന്നവരുണ്ട്. ഇൻവിറ്റേഷൻ കിട്ടിയിട്ടും എന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടും കയറാത്തവരുണ്ട്. ദൈവദാസന്മാര് അതിശക്തിയോടെ ദൈവവചനം പ്രസംഗിക്കുന്നിടത്ത് ക്ഷണിക്കാതെ കണ്ട് ഞാൻ പോയിരുന്നു. ഞാൻ പോയിരുന്ന ദിനങ്ങളിലെല്ലാം ആമേൻ എന്നോട് ദൈവത്തിന്റെ വചനത്തിലൂടെയും വ്യക്തിപരമായും പ്രവചനാത്മാവിലും ആമേൻ ദൈവം അവർക്ക് കൊടുത്ത കൃപയ്ക്ക് അനുസരിച്ച് ദൈവം എന്നോട് ഇടപെട്ടു. ഹല്ലേലൂയ. ആമേൻ. ആ ദിവസങ്ങളിൽ അവരെന്നോട് പറഞ്ഞു, ആമേൻ വേണമെങ്കിൽ എഴുതി വെച്ചോ, ആമേൻ ഈ ആമേൻ ജൂലൈ മാസം 31-ാം തീയതി തികയുന്നതിന് മുമ്പ് ചില അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സഹിതം നിന്റെ വീടിനകത്ത്, നീ ശുശ്രൂഷിക്കുന്നിടത്ത്, നിന്റെ ശുശ്രൂഷയിലൂടെ നീ ശുശ്രൂഷിക്കുമ്പോൾ അതിൽ പങ്കാളികളാകുന്നവരിൽ ഒക്കെ അത് സംഭവിക്കുന്നത് കാണുവാൻ അവൻ ഇടയാകും. ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ ആമേൻ ഒടുവിൽ പറഞ്ഞു, ഇതൊക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ മുഴങ്കാൽ മടക്കണം, നിന്റെ സമയം ആമേൻ നീ വേർതിരിക്കണം, നിന്റെ ഉറക്കം കുറയ്ക്കണം. ദൈവമക്കളെ, ഞാൻ ഉറങ്ങുന്നത് വളരെ ചുരുക്കമാണ്. എന്നിട്ട് പറയാ ആമേൻ ഉറക്കം കുറയ്ക്കണം, മുഴങ്കാൽ മടക്കണം, ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കണം, ദൈവവചനം ധ്യാനിക്കണം, ആമേൻ പ്രാർത്ഥന, ആമേൻ സമയം ദീർഘമാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രിയ ദൈവമക്കളെ, ഞാൻ അനുസരിക്കുവാൻ തയ്യാറായി. ഹല്ലേലൂയ. ഞാൻ അനുസരിക്കാൻ തയ്യാറായി. സ്തോത്രം. ഞാൻ കേട്ട ദൂതുകളെല്ലാം ജീവൻ വെച്ച് ചലിക്കാൻ തുടങ്ങി. ആമേൻ. അത് നടക്കാൻ തുടങ്ങി, അത് സംഭവിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അത് അനുഭവിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. കൈവിട്ടു പോയത്, ഉടഞ്ഞു പോയത്, തകർന്നു പോയത്, ആമേൻ, സ്വർഗം ആമേൻ കൈയിൽ ഉടയ്ക്കാതെ കണ്ട് തരുന്നവനാ. ഒരാമേൻ പറ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ജൂലൈ മാസം കൊണ്ട് തീരുന്ന ആമേൻ ഒരു പ്രവചന ശബ്ദമായിരുന്നില്ല. ആമേൻ. ജൂലൈ മാസം നീ കേൾക്കുന്ന പ്രവചനം, ആമേൻ, അതെ, നിന്റെ ജീവിതത്തിൽ ഒരു തുടക്കമായിരിക്കും. അത് കണ്ടിന്യൂ ആയിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കും. പ്രിയ ദൈവമക്കളെ, 1-ാം തീയതി കഴിഞ്ഞു, 2-ാം തീയതി ആമേൻ ആ ദൂത് ആമേൻ അതുപോലെ നിറവേറി. 1-ാം തീയതി നിറവേറി, 2-ാം തീയതി നിറവേറി, 3-ാം തീയതി നിറവേറി, ഇന്ന് 4-ാം തീയതി. തീർന്നില്ല, 4-ാം തീയതി നിറവേറി. ഇന്ന് പകലില് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്റെ ഭാര്യ നേരത്തെ ഉണ്ടാക്കി, ഞാൻ കഴിച്ചില്ല. ഉച്ചയ്ക്ക് ആമേൻ ലഞ്ച് ഉണ്ടാക്കി, ഞാൻ കഴിച്ചില്ല. ഞാന് ഈ ലൈവ് നടക്കുന്ന റൂമിനകത്തിരുന്ന് ആമേൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നൽകിയ നിയോഗത്തോടെ ചില കാര്യങ്ങള് ആമേൻ എന്നെ ആമേൻ ഡയറിയില് ഞാൻ എഴുതുകയാണ്. അങ്ങനെ എഴുതിക്കൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ആ ദൈവിക നിയോഗത്തിൽ ഇന്ന് പകൽ ഈ റൂം വിട്ടു പോകാതെ ഇരിക്കുമ്പോ എന്റെ മൂത്ത മോൾ ഓടി വന്നിട്ട് പറയാ, ദേ 5-6 പാസ്റ്റർമാര് മുറ്റത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. വീട്ടില് പേരക്കുഞ്ഞുള്ളത് കൊണ്ട് അവിടെ കളിപ്പാട്ടങ്ങളൊക്കെ അവിടെ കിടക്കുന്നത് കൊണ്ട് ആ ഡോറ് തുറക്കാൻ അല്പം വൈകി. കാരണം അവിടെ ഒന്ന് ക്ലിയർ ആക്കണ്ടേ. ഹല്ലേലൂയ. അപ്പൊ കൂട്ടത്തിലുള്ള ദൈവദാസൻ അവരോട് പറഞ്ഞു, വിഷമിക്കണ്ട. ഇടയ്ക്ക് ഞാനൊന്ന് അവിടെ ചെന്നപ്പോ ഇതുപോലായിരുന്നു. തുറന്നു കഴിഞ്ഞപ്പോ പറഞ്ഞു, ആമേൻ, പേരക്കുട്ടി ഇവിടൊക്കെ ആകപ്പാടെ കളിപ്പാട്ടങ്ങൾ നിരത്തിയിട്ടത് കൊണ്ടാവാൻ. അപ്പോ ആമേൻ ഇവിടെ നടക്കുന്ന കാര്യം ആമേൻ അറിയാത്തവരോട് ആമേൻ ഉള്ളതുപോലെ പുറത്തു നിന്ന് പറഞ്ഞു, ആമേൻ വിഷമിക്കേണ്ട, അവിടെ ഒരു കുട്ടിയുണ്ട്, അവളുടെ കളിപ്പാട്ടങ്ങളും അവളുടെ ആ സാധനങ്ങളൊക്കെ കിടക്കുന്നത് അവർ പെറുക്കി ഒതുക്കി വെക്കുന്നത് കൊണ്ടാണ് തുറക്കാത്തത്. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണേ, പുറത്ത് നിൽക്കുന്നവർക്ക് വിഷമിക്കേണ്ടി വന്നില്ല. കാരണം ഉള്ളതുപോലെ അറിയുന്ന ഒരാൾ കൂടെയുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ അകത്ത് കയറി ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആമേൻ, തുറക്കാൻ വൈകിയത് ഞാൻ പ്രാർത്ഥനാ റൂമിലായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആമേൻ, എൻ്റെ മകള് വന്ന് എന്നോട് പറഞ്ഞു, ആമേൻ, ഞാൻ വരുമ്പോ ഇവിടെ ആകെ അലങ്കോലമായി കിടക്കുന്നു. ആമേൻ, അവരത് ക്ലീൻ ചെയ്യുകയായിരുന്നു. അപ്പോ അതിലിച്ചിരി മുതിർന്ന ദേവദാസൻ പറയുക, അതെ, വിഷമിക്കണ്ട. മറ്റേ ദേവദാസനെ ചൂണ്ടിയിട്ട് പറയുക, ആ ദേവദാസൻ പറഞ്ഞു, ആമേൻ, അതെ, അകത്ത് അവര് ക്ലിയർ ചെയ്യുക, അതുകൊണ്ടാണ് തുറക്കാത്തത്. ഹല്ലേലൂയ. പ്രിയരെ, നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. പ്രീശല്ലോ. ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞത് ആമേൻ കഴിഞ്ഞ മാസം ഞാന് ആമേൻ ക്ഷണിക്കാതെ കണ്ട് പോയി ഇരുന്നെടുത്ത് ചെന്നിരുന്നപ്പോ എന്നോട് പറഞ്ഞ ഒരു ദൂതിന്റെ നിവൃത്തിയാണ് ഇന്ന് പകല് സംഭവിച്ചത്. ഹല്ലേലൂയ. എന്താണെന്നറിയോ? നീ ഇരിക്കുന്ന വീട്ടിനകത്ത് നിന്നെ ക്ഷണിക്കാൻ, ആമേൻ, ചിലരുടെ കൂടെ ഇരിക്കാൻ, ചിലരുടെ കൂടെ നടക്കാൻ, ആമേൻ, ചില പന്തിബോധനത്തിനകത്ത്, ഹല്ലേലൂയ, ആമേൻ, ചില ശുശ്രൂഷ വേദികളില്, ആമേൻ, ഹല്ലേലൂയ, നിന്നെ ക്ഷണിക്കാൻ, ഇരുത്താൻ, വിളിക്കാൻ ചിലര് വരും.
ഞാൻ പറയട്ടെ ദൈവമക്കളെ, കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു സൂം മീറ്റിംഗിൽ പ്രസംഗിക്കാൻ ആമേൻ ദൈവം അവസരം നൽകി. അതിനുവേണ്ടി തയ്യാറായി അതിരാവിലെ ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. അടുത്ത വെള്ളിയാഴ്ച ആമേൻ, അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച വീണ്ടും ഒരു മീറ്റിംഗിൽ പ്രസംഗിക്കാൻ. അയ്യോ, എല്ലാ ദിവസവും പ്രസംഗമാണ് ആമേൻ, രാവിലെ ഉച്ചയ്ക്കും പ്രസംഗമാണ് ആമേൻ. എൻ്റെ മൂത്ത മോള് ചോദിക്കും, പപ്പയ്ക്ക് ഈ പ്രസംഗം മാത്രം? രാജ്യത്തിന്റെ സുവിശേഷം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും എത്തണം, പ്രസംഗിച്ചേ പറ്റൂ. ഹല്ലേലൂയ. പൗലോസിന്റെ അവസാന ദിവസം വരെയും പ്രസംഗമായിരുന്നു. ആമേൻ. പ്രിയരെ, ഇന്ന് ദൈവദാസന്മാര് വന്ന് ഹല്ലേലൂയ ഏറിയ സമയം ചെലവഴിച്ച് ഈ ലൈവ് നടക്കുന്ന റൂമിനകത്ത് കയറി അവർ ആമേൻ ഇവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ കണ്ട് ആമേൻ ശക്തമായി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ആമേൻ അവർക്ക് ഇരിക്കാൻ കൊടുത്ത ഇരിപ്പിടത്തിൽ ഇരുന്ന് ആമേൻ അവർ വന്ന കാര്യമൊക്കെ പറഞ്ഞ് വീണ്ടും ദൈവദാസന്മാര് പ്രാർത്ഥിച്ചു കടന്നുപോയി. നീ കേട്ട ദൂത് വൃഥാവാകത്തില്ല. ആമേൻ, നിന്നോട് അറിയിച്ച ദൈവിക ആലോചന വൃഥാവാകത്തില്ല. ഹല്ലേലൂയ. രാത്രി എല്ലാ കണ്ണുകളും അടയ്ക്ക്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനും രക്ഷകനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വീണ്ടും താഴ്മയോടെ അടുത്തു വരികയാണ്. ഈ രാത്രിയിൽ അങ്ങയുടെ വിശുദ്ധ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിതച്ചതിന് നന്ദി. കർത്താവേ, കൊടുങ്കാറ്റുകളിലൂടെ പൗലോസിനെ കടത്തിക്കൊണ്ടുപോയ അങ്ങ്, വിഷസർപ്പത്തിൽ നിന്ന് അവനെ കാത്ത് അങ്ങ് രോഗികളെ സൗഖ്യമാക്കിയ കർത്താവേ, ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കും. ഈ ലൈവിൽ പങ്കെടുത്ത ഓരോ മകനെയും ഓരോ മകളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കും. കർത്താവേ, ഭയത്തോടെ കഴിയുന്നവർക്ക് ധൈര്യം നൽകണമേ. നിരാശയിൽ കഴിയുന്നവർക്ക് പുതിയ പ്രത്യാശ നൽകണമേ. രോഗത്താൽ വേദനിക്കുന്നവരുടെ അങ്ങയുടെ സൗഖ്യത്തിന്റെ ഹസ്തം നീളട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ. മാനസിക ഭാരങ്ങളാൽ തകർന്നിരിക്കുന്ന ഹൃദയങ്ങൾക്ക് അങ്ങയുടെ സമാധാനം നിറയട്ടെ. സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾക്ക് പുതിയ വാതിലുകൾ തുറക്കണമേ. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുഗ്രഹീതമായ അവസരങ്ങൾ നൽകണമേ. കടഭാരത്തിൽ കഴിയുന്നവർക്ക് വിടുതൽ നൽകണമേ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അകലച്ചകൾ മാറട്ടെ. മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ അപേക്ഷകൾ അങ്ങ് കേൾക്കണമേ. വഴിതെറ്റിയ മക്കളെ യേശു ക്രിസ്തുവിലേക്ക് തിരികെ കൊണ്ടുവരണമേ. കർത്താവേ, ശുശ്രൂഷകന്മാരെ പുതിയ അഭിഷേകത്തോടെ നിറയ്ക്കണമേ. ക്ഷീണിച്ച കൈകളെ ബലപ്പെടുത്തണമേ. അണഞ്ഞ ആത്മീയ തീ വീണ്ടും ജ്വലിപ്പിക്കണമേ. ഗ്രാമങ്ങളിൽ നിന്ന്, പട്ടണങ്ങളിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന്, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമായി യേശു ക്രിസ്തുവിന്റെ നാമം ഉയർത്തിപ്പിടിക്കുന്ന വിശുദ്ധവും ധൈര്യവുമുള്ള ഒരു തലമുറയെ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ. വചനത്തെ സ്നേഹിക്കുന്നവരെ, പ്രാർത്ഥനയെ സ്നേഹിക്കുന്നവരെ,
പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് ജീവിക്കുന്നവരെ, വചനത്തെ സ്നേഹിക്കുന്നവരെ, സുവിശേഷ ലോകത്തിന്റെ അറ്റങ്ങളിലേക്ക് കൊണ്ടുപോകുന്നവരെയും ഉയർത്തണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതം ഒരു സാക്ഷ്യമാകട്ടെ, ഞങ്ങളുടെ കുടുംബം ഒരു അനുഗ്രഹമാകട്ടെ, ഞങ്ങളുടെ ശുശ്രൂഷ അങ്ങയുടെ മഹത്വത്തിനായി ഫലം കായ്ക്കട്ടെ. ഈ രാത്രി ഞങ്ങൾ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ആരംഭിച്ച പ്രവൃത്തി അവൻ പൂർത്തിയാക്കും. ശത്രുവിന്റെ യാതൊരു പദ്ധതിയും വിജയിക്കുകയില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിജയിക്കും, ഞങ്ങളുടെ കുടുംബങ്ങൾ വിജയിക്കും, ഞങ്ങൾ മക്കൾ കർത്താവിനെ സേവിക്കും, ഞങ്ങളുടെ തലമുറ യേശു ക്രിസ്തുവിന്റെ മഹത്വം വഹിക്കും. എല്ലാ മഹത്വവും ബഹുമാനവും സ്തുതി ആരാധനയും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന് മാത്രം സമർപ്പിക്കും. യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യും. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം മുതൽ 28-ാം അധ്യായം വരെ ഈ ദിവസങ്ങളിൽ നമുക്ക് ചിന്തിപ്പാനും ധ്യാനിപ്പാനും പ്രാപിപ്പാനും കർത്താവ് ഇടയാക്കി. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് ആ സന്തോഷം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഹല്ലേലൂയ. പ്രിയരെ, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 28 അധ്യായം കൊണ്ട് ആമേൻ തീരുന്നില്ല. കൃപയാൽ നാളെ 29-ാം അധ്യായം. നിങ്ങൾ ചിന്തിക്കും, ബൈബിളിനകത്ത് 28 അധ്യായമല്ലേ ഉള്ളൂ. ആമേൻ. പിന്നെ ഈ ദൈവദാസൻ പറയുന്നത് എന്താ? ആമേൻ. നാളെ അപ്പോസ്തല പ്രവർത്തികൾ 29. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ കടന്നു വരിക. ആമേൻ. നാളെ നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയിൽ പങ്കാളികളാകാം. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നിന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എഴുതി നിർത്തിയത് ഇനി ജീവിക്കുന്ന നമ്മളിലൂടെ ആമേൻ ദൈവം ചെയ്തെടുക്കുന്ന ദിനങ്ങളായിരിക്കും. ആമേൻ. വരും ദിനങ്ങളിൽ ആമേൻ ശേഷിക്കുന്ന ആമേൻ ദിനങ്ങൾ കൃപയാൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ആമേൻ 2026 ആമേൻ 2026 ആമേൻ 215-ാമത്തെ ദിവസമാണ്. ശേഷിക്കുന്ന ദിനങ്ങളിൽ ആമേൻ അപ്പോസ്തല പ്രവർത്തികളുടെ ആമേൻ അതേ പ്രവർത്തികൾ ഹല്ലേലൂയ ലൈവിൽ വരുന്നവരിലൂടെ ലൈവായി നടക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറ. അതുകൊണ്ട് തുടർമാനമായി ആമേൻ അപ്പോസ്തല പ്രവർത്തികളിലൂടെ തന്നെ ആമേൻ നമ്മൾ മുമ്പോട്ട് പോകും. നാളെ 29. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ കടന്നു വരിക. ആമേൻ. ഗോഡ് ബ്ലസ് യു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹദീനം പ്രയർ ഫാമിലി. മാറാനാഥ. എബെനേസറായി ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഇന്നത്തെ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സുഖകരമായ നിദ്ര ദൈവം എല്ലാവർക്കും ദാനമായി നൽകട്ടെ. പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ ബലത്തോടെ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ക്രിസ്തീയ നന്ദി വന്ദനം. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. See you again. യേശുവേ എൻ ജീവനാഥ, എന്നാശ്രയം നീയല്ലോ. കൊടുങ്കാറ്റിൻ നടുവിലും കൈവിടാതെ നിന്നവനേ, വിഷസർപ്പ
വിഷം എന്നെ തൊടുക്കയില്ല. നിന്റെ ശക്തി മതിയെനിക്കായി, നിന്റെ കൃപ മതിയെനിക്കായി. പരിശുദ്ധാത്മാവേ വരണമേ, എൻ ഹൃദയം നിറയണമേ. അഭിഷേകാഗ്നി പകരണമേ, എൻ ജീവിതം മാറ്റണമേ. എൻ കുടുംബം അനുഗ്രഹിക്കണമേ, എൻ മക്കളെ നടത്തണമേ. എൻ ശുശ്രൂഷ ഉയർത്തണമേ, നിൻ മഹത്വം വെളിപ്പെടണമേ. യേശുവേ സ്തുതി നിനക്ക്, യേശുവേ മഹത്വം നിനക്ക്. എൻ രാജാവേ, എൻ കരുത്താവേ, എന്നും എന്നേക്കും ആരാധന. എൻ രാജാവേ, എൻ കരുത്താവേ,